അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓഡിയബിൾ ആണല്ലോ അല്ലേ? അല്ലൊന്ന് കമന്റ് ചെയ്താൽ ഓക്കെ. ബറകല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ورب زدنا علما نافعا يا رب العالمين. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുക. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷം തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. ഏകദേശം നല്ലൊരു ഓഡിയൻസ് അൽഹംദുലില്ലാ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ വാക്കുകൾ കാതോർക്കാൻ വേണ്ടി ഉണ്ട് എന്നുള്ളത് അത് വല്ലാത്ത സന്തോഷം നൽകുന്ന കാര്യമാണ്. റഹ്മാനായ റബ്ബ് എന്തൊരു ലക്ഷ്യത്തിലാണോ ഞാനും നിങ്ങളും ഈ ഒരു സമയത്ത് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്, അത് ഏറ്റവും നന്നായി കൊണ്ട് പറയാനും കേൾക്കാനൊക്കെയുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കാം. സ്വാഗത ഭാഷണത്തിൽ വളരെ വ്യക്തമായി വിഷയത്തിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും വന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണുള്ളത്. വലിയൊരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായി. നമ്മളെ അനൗൺസ് ചെയ്ത പോലെ തന്നെ പലപ്പോഴും നമ്മളൊക്കെ വലിയ ആശങ്കകൾക്ക് നടുവിലാണ് ഞാൻ നിങ്ങൾക്ക് ജീവിക്കുന്നത്. വലിയ ആശങ്കകളാണ്. എന്തായിരിക്കും നമ്മുടെ ഒരു ഭാവി എന്നുള്ളതാണ് പലപ്പോഴും ആശങ്കക്കുള്ള ഒരു കാരണം. യഥാർത്ഥത്തിൽ എന്താണ് ആശങ്കക്കുള്ള, എന്തുകൊണ്ടാണ് ആശങ്ക ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നത് ഭാവി അറിയാത്ത കാര്യമാണ്. അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നിർവചിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ പ്രശ്നം. നിർവചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പ്രശ്നമല്ലല്ലോ. സാക്ഷാൽ പ്രവാചകന്മാർക്ക് പോലും കഴിയാത്ത സംഗതിയാണ് തൊട്ടടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും എന്നത് വിഷയത്തിൽ ഭയങ്കരമായ ആശങ്കകൾ ജീവിതത്തിൽ പേറി നടക്കുന്ന ആളുകളാണ്. ജീവിതത്തിന്റെ ഗതിവിധികൾ തന്നെ മാറ്റുന്ന പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ അതിന് എടുക്കേണ്ടി വരുമല്ലോ. ലൈഫിൽ നമ്മൾ എടുക്കുന്ന കുറെ തീരുമാനങ്ങളുണ്ട്, പക്ഷെ എല്ലാം ഒരുപോലെ അല്ല. ചില തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിക്കൊണ്ട് മാറേണ്ട കാര്യമാണ്. അത്തരം ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആകെ സ്ട്രെസ്ഡ് ആകുന്നത്, ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്, ആകെ പ്രയാസമായി മാറുന്നത്. എന്ത് ചെയ്യുമെന്നറിയാതെ ആകപ്പാട് ഒരു അങ്കലാപ്പിലായി പോകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ട് എന്നതാണ് സത്യം. പല ആളുകൾ എന്താ അറിയോ, ഈ ഒരു സ്ട്രെസ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇറങ്ങേണ്ട, ജീവിതത്തിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങൾക്ക് എടുക്കാൻ ചില പ്രായമൊക്കെ ഉണ്ടാകുമല്ലോ. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച്, പഠനവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ അല്ലെ, അതൊക്കെ ഒരു ടൈം ലിമിറ്റഡ് ആണ്. അതൊക്കെ അത് എടുക്കേണ്ട ഒരു സമയത്ത് എടുത്തു കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോകും. പക്ഷെ ആ സമയമായിട്ടും അതിലേക്ക് ഇറങ്ങാനുള്ള വിമ്മിഷ്ടവും പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താകുന്നുള്ള ബേജാറുകൊണ്ട് തന്നെയാണ്. ആകെ പ്രയാസത്തിലാണ് പലപ്പോഴും ആളുകൾ ഉള്ളത്. പഠനവുമായി ബന്ധപ്പെട്ട് എവിടെ ഇപ്പൊ ചേരുക, ഏത് കോഴ്സ് എടുക്കുക, എന്റെ പഠനം കഴിയുമ്പോഴേക്കും കോഴ്സിന്റെ അവസ്ഥ എന്തായിരിക്കും, അതിന് ഡിമാൻഡ് പോകുമോ വരുമോ, എനിക്ക് എന്ത് ജോലിയെ കിട്ടുക, അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് ഏതിലേക്കാണ് ഞാൻ പോകേണ്ടത്, എന്റെ ഫേവറബിൾ എന്താണ്. പ്രത്യേകിച്ച് വിവാഹമൊക്കെ വരുമ്പോൾ പടച്ചോൻ എന്റെ ഒരു പാർട്ണർ ആരായിരിക്കും, രണ്ട് മൂന്ന് ആലോചനകൾ വന്ന് നിൽക്കുകയാണ്. ആർക്കാണ് ഇപ്പൊ ഞാൻ സമ്മതം കൊടുക്കേണ്ടത്, ആരോടാണ് ഞാൻ വന്ന് കാണാൻ വേണ്ടി പറയേണ്ടത്, അല്ലെങ്കിൽ ഒരാണാണെന്നുണ്ടെങ്കിൽ ആരെയാണ് ഞാൻ ആദ്യം പോയി കാണേണ്ടത്, എന്തുമാകാലോ. പ്രത്യേകിച്ച് വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ജോലി ഇപ്പൊ നമുക്കൊന്നും തരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ നിലയ്ക്ക് പോകാം. പഠനം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അന്ന് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബദൽ മാർഗമുണ്ട്. പക്ഷെ വിവാഹത്തിന്റെ വിഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ജീവിതത്തിൽ ഒരിക്കലാണ് അതിന്റെ ഒരു എല്ലാ ആനന്ദവും ശരിക്ക് നമുക്ക് അനുഭവിക്കുന്നത് വിവാഹത്തിലൂടെയാണല്ലോ. ഒരു വിവാഹബന്ധമാണ് ഒരു മനുഷ്യന്റെ എല്ലാവിധ സ്വസ്ഥതക്കും സമാധാനത്തിനും കാരണമായിക്കൊണ്ട് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചു പോലും. ആയാത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ്ടല്ലോ, മിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞു. സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പാർട്ട്നേഴ്സിനെ റഹ്മാനായ റബ്ബ് നമുക്ക് സെലക്ട് ചെയ്തത്. പക്ഷെ
ആ പാർട്ട്ണർ എങ്ങാനും പാളിയാൽ എല്ലാം കഴിയും, ജീവിതം ആകെ പൊടുത്തം വിടുന്ന സാഹചര്യം ഉണ്ടാകും. അത് നമുക്കറിയാം, അങ്ങനെ ആകും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അത്തരം ഘട്ടങ്ങളിലൊക്കെ റബ്ബേ എന്താകുന്നൊരു ഒരു പ്രയാസം പൊന്നിഷ്ടൊക്കെ പല ആളുകളുണ്ട്. അപ്പൊ ചില ആളുകൾക്ക് ആ ഒരു പേടിയും ബേജാറും കാരണം എന്താക്കും, പെട്ടെന്ന് എസ്മൂളാനും മടിക്കും, അല്ലെങ്കിൽ അത് പിന്നെയാകാന്ന് വെച്ച് ആകെ വൈകിപ്പിച്ച് അത് പിന്നീട് മറ്റു പല പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. ഇത് നമ്മളെ വിഷയത്തിൽ മാത്രമുള്ള കാര്യമില്ല, ലോകത്തിൽ മനുഷ്യന്മാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണത്. പക്ഷെ എന്താ നിങ്ങള്, നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ. ഞാനും നിങ്ങളും വിശ്വാസികളല്ലേ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലക്കും അൽഹംദുലില്ലാ നമ്മുടെ ദീനിൽ പരിഹാരല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായ റൂട്ട് വരച്ചു തന്നിട്ടില്ലേ. അള്ളാഹിന്റെ ദീന് പ്രിയപ്പെട്ടവരെ വലിയ പരിഹാരമാണ്, വലിയ സൊല്യൂഷനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായി നമ്മോട് ശ്രദ്ധിക്കണം, ഗൗനിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ജീവിതത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം ഒരു ഘട്ടത്തിൽ ആകെ ഇനി എന്റെ ഭാവി എന്താകും, ഞാൻ എന്ത് തീരുമാനിക്കണം എന്ന് ആശങ്കപ്പെട്ട് മാനസികമായിട്ട് ആകെ വിമിഷ്ടത്തിൽ സ്ട്രെസ്ഡ് കാണുന്ന സമയങ്ങളിൽ നമ്മൾ എന്തൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്ന വിഷയത്തിൽ കൃത്യമായ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള ഒരു ഗൈഡൻസ് അൽഹംദുലില്ലാ നമ്മുടെ ദീന് നമുക്ക് തന്നിട്ടുണ്ട്. അത് ശരിക്കും പഠിക്കാനും അത് ശരിക്കും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള മനസ്സും നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഒരു പ്രശ്നമില്ലാതെ ഇൻഷാ അള്ളാഹ് എത്ര വലിയ വിഷയത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് മനസ്സമാധാനത്തോടു കൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അതിന് സഹായകമായ അല്പം ചില കാര്യങ്ങൾ വളരെ ഷോർട്ടായി പരിമിതമായ സമയം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നെന്താണെന്നറിയോ, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ അബദ്ധങ്ങളും തെറ്റുകളും ഒന്നും പിണയാതിരിക്കാൻ, പ്രത്യേകിച്ച് നമ്മൾ ഖേദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ് ആളുകളുമായി കൊണ്ട് കൂടിയാലോചന നടത്തുക എന്നുള്ളതാണ്. എന്താണ്, ഒരു 3 പോയിന്റ് കേട്ടോ പറയാം, 3 പോയിന്റ് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കോട്ട് ചെയ്തിടണം. ഒന്നെന്താണ്, കൂടിയാലോചന നടത്തുക എന്നുള്ളതാണ്. ആരുമായിട്ട്? നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോട് കൂടിയാലോചന. ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ ആലോചിക്കുകയും ഇപ്പോ പിന്നെ വഹയ്യ് വരുന്ന പ്രവാചകൻ, ഏഴാൻ ആകാശത്തിനപ്പുറത്തു നിന്നും ചൂടോടെ എല്ലാ കാര്യങ്ങളും വഹയ്യ് വന്നുകൊണ്ടിരിക്കുന്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് എന്താണ്? വശാവിർഹും ഫിൽ അംരി. നബിയെ, നിന്റെ സ്വഹാബാക്കളോട് നീ എന്താക്കണം? എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യണം, കൂടിയാലോചിക്കണം. 42-ാമത്തെ ഒരു സൂറത്തുണ്ട്. 42-ാമത്തെ ഒരു സൂറത്തിന് റബ്ബ് കൊടുത്ത പേരെന്താ നിങ്ങള്? സൂറത്ത് ഷൂറ എന്നാണ്. എന്താ ഷൂറ എന്ന് പറഞ്ഞാല്? കൂടിയാലോചന, ഡിസ്കഷനാണ്. അത്ര വലിയ പ്രാധാന്യം നമ്മുടെ ലൈഫിൽ കൂടിയാലോചനക്ക് ഉണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ സൂറത്ത് ഷൂറയിൽ വിശ്വാസികളുടെ ഗുണം പറഞ്ഞ കാര്യം എന്താ അറിയോ? വല്ലദീന ഇസ്തജാബു ലിറബ്ബിഹിം വഅഖാമുസ്സലാ. ആരാണ് വിശ്വാസികൾ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾക്കും വിലക്കുകൾക്കും ഉത്തരം കൊടുക്കുന്നവരാണ്. വഖാമുസ്സലാ, നമസ്കാരം മുറപോലെ നിർവഹിക്കുന്നതാണ് രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തെ ക്വാളിറ്റി എന്താണെന്ന്? അംറുഹും ശൂറാ ബൈനഹും. അംറുഹും ശൂറാ ബൈനഹും. അവരുടെ എല്ലാ കാര്യം അവർ കൂടി ആലോചിച്ചാണ് ചെയ്യാന്നുള്ളതാണ്. എനിക്കറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ കുറെ ലോകം കണ്ടതാ. ഇങ്ങനെ ഒരു ധാർഷ്ട്യത്തിന്റെ, അഹങ്കാരത്തിന്റെ ധ്വനിയോ ശൈലിയോ നമുക്കൊരിക്കലും ഉണ്ടാകരുത് എന്നതാണ് ഇസ്ലാം നമ്മളോട് ഒന്നാമതായിക്കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതൊരു മാർഗത്തിലേക്കാണ് പോകുന്നത്? ഒരു ജോലി, ഇല്ലേ? ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ കുറച്ച് ഓപ്ഷൻസ് വന്നു. നമുക്കറിയില്ല ഏതിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട ആളുകളോട്, അറിവുള്ള ആളുകളോട് നമ്മൾ ചോദിക്കണം. എന്ന് പറയും. മതത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലുമാണെന്നാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ വേണം. നമ്മളെക്കാൾ മുമ്പേ സഞ്ചരിച്ച ആളുകളുടെ എക്സ്പീരിയൻസ് നന്നായി നമ്മൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. അവരോട് കാര്യങ്ങൾ തുറന്ന് ചോദിക്കണം. എന്താണ് ഇതിന്റെ വരും വരായികളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മോട് പറയുന്ന കാര്യമാണ്. വളരെ ഗൗരവത്തിൽ പറയുന്ന കാര്യമാണ്. എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളോട് നമ്മൾ ചോദിക്കാൻ. ഇപ്പൊ ഒരു വിവാഹത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അതിന്റെ വരും വരായികൾ, അതിന്റെ കാര്യങ്ങൾ, ഇന്നൊരു ഭാഗത്ത് ആലോചന വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒറ്റ ചെട്ട് നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളൊരു സുപ്രഭാതത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. മഹാനായ
അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യം എന്താ പറയുക, അൽ മുശാവറത്തു ഹിസ്നും മിനൻ നദാമ വ അംനുൻ അനിൽ മലാമ എന്ന് പറഞ്ഞാൽ എന്താ, കൂടിയാലോചന എന്നുള്ളത് ഖേദത്തിൽ നിന്നുള്ള ഒരു സുരക്ഷയാണെന്നാണ്. നമുക്ക് ജീവിതത്തിൽ ഖേദിക്കേണ്ടി വരില്ല എന്നാണ്. കൂടിയാലോചിക്കാൻ നമ്മളൊരു കാര്യം തീരുമാനിച്ചതെങ്കിൽ അതിന് പ്രത്യേക ബർക്കത്ത് ഉണ്ട്. അംനും അനിൽ മലാമ, ആരും നമ്മൾ ആക്ഷേപിക്കാൻ വരില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വാക്കിൽ നമുക്ക് കാണാൻ കഴിയും, അൽ ഇസ്തിശാറത്തു ഐനുൽ ഹിദായ, കൂടിയാലോചനയാണ് ശരിക്കുള്ള മാർഗദർശനം എന്നാണ്. ആരെങ്കിലും സ്വന്തം അഭിപ്രായത്തിൽ ധന്യത കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവൻ ജീവിതം അപായപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. എനിക്ക് എന്റെ തീരുമാനം മതി എന്നൊരു ധാർഷ്ട്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ലൈഫ് കട്ടപ്പുകയായിരിക്കും എന്നാണ് അവരൊക്കെ പറയണത്. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ ഒന്ന് ഞാൻ പറയും. ഒന്നെന്താ അറിയോ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കുറിച്ച് പറയാണ്, അള്ളാന്റെ റസൂല് സ്വഹാബാക്കളോട് കൂടിയാലോചിക്കുന്നതിനേക്കാൾ കൂടിയാലോചന നടത്തുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. എന്റെ അബൂ ഹുറൈറ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഈ വിഷയത്തിൽ ഞാൻ റോൾ മോഡലാക്കുന്ന അള്ളാഹ് റസൂലിന്. എന്താ കാര്യം, അള്ളാഹ് റസൂലാണ് ഏറ്റവും നന്നായി കൂടിയാലോചന നടത്തുന്ന ആളെന്നാണ്. ആരാണ് സുഹൃത്തുക്കളെ അള്ളാഹ് റസൂൽ എന്നാലോചിച്ചു അല്ലെ. എല്ലാ കഴിവുള്ള, എല്ലാ അറിവുമുള്ള, എല്ലാ സ്കില്ലുള്ള അള്ളാഹ് റസൂൽ നമുക്ക് കാണിച്ചു തന്ന ശൈലി എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആളുകളായിട്ട് കൂടിയാലോചന നടത്താനുള്ളതാണ്. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് അറിയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ആളുകളായിട്ട് കൂടിയാലോചന നടത്താനുള്ളതാണ്. ആളുകളുമായിട്ട് കൂടിയാലോചന നടത്തുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു 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 പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും. അവിടെ മാത്രം നിർത്തല്ല. രണ്ടാമത്തെ സ്റ്റെപ്പിനെ കുറിച്ചാണ് എനിക്ക് അടിവരയിട്ടുകൊണ്ട് സംസാരിക്കാം. അതേതാ, അത് റഹ്മാനായ റബ്ബുമായിട്ടുള്ള കൂടിയാലോചന. റഹ്മാനായ റബ്ബുമായിട്ടുള്ള കൂടിയാലോചനയാണ്. അതേതാ റബ്ബുമായിട്ടുള്ള കൂടിയാലോചന? അതെങ്ങനെ നമുക്ക് പറ്റുക? യെസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളെങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുക? ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കൂടിയാലോചിച്ചാൽ നമ്മൾ എന്താ ഒരു തീരുമാനത്തിലേക്ക് എത്തും അല്ലേ? അങ്ങനെ നമ്മൾ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, റബ്ബിലേക്ക് അത് വിടുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, റബ്ബിൽ ബലമേൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണെന്നതാണ്. ആ തവക്കുലിന്റെ ഭാഗമാണ് റഹ്മാനായ റബ്ബുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തുക എന്നുള്ളത്. അതിനാണ് അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ വളരെ മനോഹരമായ ഒരു അവസരം. വേറെ ആർക്കുമില്ല കൂട്ടരെ, വിശ്വാസികൾക്കല്ലാതെ വേറെ ആർക്കും. അൽഹംദുലില്ലാഹ്. ഏതാണ് അവസരം? അതാണ് ഇസ്തിഖാറത്ത് നിസ്കാരം എന്ന് പറയുന്നത്. ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖൈറിനെ ചോദിക്കുന്ന നിസ്കാരമാണ്. എന്താർത്ഥം? ഖൈറിനെ ചോദിക്കുക, നന്മയെ ചോദിക്കുക. ആരോട്? അള്ളാഹുവിനോട്. കാരണം എന്താ? എനിക്കറിയില്ല. ഇവരൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത തീരുമാനം വന്നിട്ടുള്ളത്, ഇനി ഇതിന്റെ വരും വരായികളെ കുറിച്ച് കൂടുതൽ അറിയുന്ന റബ്ബ് നിനക്കാണ് അല്ലെ. അടുത്ത സെക്കൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് ഇതിന്റെ ഒരു ഭാവിയും അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താവുന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളത് റഹ്മാനായ റബ്ബിനാണ്. അതുകൊണ്ട് റബ്ബിനോട് ആ വിഷയത്തിൽ ഒരു ഖൈറിനെ ചോദിക്കുന്ന ശൈലി കൂടി നമുക്ക് വേണമെന്നാണ് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിന് ഗൗരവം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പ്രാർത്ഥനയാണ് കേട്ടോ, ഇതൊരു പ്രാർത്ഥനയാണ്. അള്ളാഹ് റസൂല് ഇസ്തിഖാറത്ത് ഖൈറിനെ ചോദിക്കുന്ന ഒരു പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിച്ചിരുന്നതാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു അസ്ഹാബഹു അൽ ഇസ്തിഖാറത ഫിൽ ഉമൂരി കുല്ലിഹ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിന്റെ എല്ലാ വിഷയങ്ങളിലും അവരെ ഇസ്തിഖാറത്തിന്റെ കാര്യം പഠിപ്പിക്കുമായിരുന്നതാണ്. അവർക്കൊരു ഡെസിഷൻ എടുക്കേണ്ട ഒരു ഘട്ടം എത്തുമ്പോ അള്ളാഹ് റസൂല് കൊടുത്തിരുന്ന പോകുമ്പോഴേ എന്താ, നിങ്ങൾ ഇസ്തിഖാറത്ത് സ്കരിച്ചോളി, ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു വരുന്നതാണ്. എന്നിട്ട് ആ പ്രാർത്ഥന പഠിപ്പിച്ച ശൈലി പറയുന്നത് കമാ യുഅല്ലിമു സൂറത മിനൽ ഖുർആൻ. കമാ യുഅല്ലിമു സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ എന്ത് പഠിപ്പിച്ചിരുന്നു? ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കട്ട് ആൻഡ് റൈറ്റ് തീരുമാനം ആയി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത്രയേറെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ഒരു രൂപം കൊടുത്ത് പറയും.
അതിന്റെ ബാക്കി കാര്യങ്ങള് അതിന്റെ ബാക്കിയുള്ള അതെങ്ങനെ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏരിയകൾ, തിയറി ഞാൻ തോന്നുന്നു പറഞ്ഞുതരാം. ഇതിന്റെ പ്രാക്ടിക്കലായ ഏരിയകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൃത്യമായി കൊണ്ട് എത്തിക്കുവാൻ ഇതിന്റെ ഈ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്ന ടീം അതിന് സുസജ്ജമാണ്. അവരെ ആ ഒരു കാര്യം നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ, ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംരി, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫറളല്ലാത്ത 2 റക്അത്ത് നിർവഹിക്കുക. 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പണ്ഡിതന്മാര് പറയേണ്ടത് ഫറളല്ലാത്ത 2 റക്അത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സുന്നത്ത് നിസ്കാരത്തിന്റെയും കൂടെയാകാനാണ്. ഫറളിന്റെ കൂടെ ആകാൻ പറ്റൂല, ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരത്തിന്റെ കൂടെയാകാം. അല്ലെങ്കിൽ പ്രത്യേകമായി കൊണ്ട് ഇതിനു വേണ്ടി കൊണ്ട് മാത്രം 2 റക്അത്ത് നിസ്കരിക്കാം. ഏത് രൂപം നമുക്ക് സ്വീകരിക്കാം. ഇവിടെ നല്ലത് പിന്നെ 2 റക്അത്ത് അതിനു വേണ്ടി കൊണ്ട് മാത്രം നിസ്കരിക്കലായിരിക്കും. ശരി, അപ്പൊ ആദ്യം എന്താ ചെയ്തത്? 2 റക്അത്ത് നമ്മൾ എന്താക്കി നിസ്കരിച്ചു. എന്നിട്ടോ സുമ്മലിയക്കുൽ, എന്നിട്ട് അവൻ ഇങ്ങനെ പറയട്ടെ എന്നാണ്. എങ്ങനെ പറയട്ടെ? ഒരു പ്രാർത്ഥന പറയാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എപ്പോഴാ പറയേണ്ടത്? പണ്ഡിതന്മാർ 2 സമയം പറഞ്ഞു. ഒന്ന് പിന്നെ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ എന്താക്കുന്നു, നോർമലി നമ്മൾ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. അല്ല എങ്കിൽ പിന്നെ തശഹുദിന്റെ അവസാനത്തിൽ, അങ്ങനെയും വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ പണ്ഡിതന്മാര് പറഞ്ഞു ഇനി നിസ്കാരത്തിന്റെ കൂടെ തന്നെ ആകണമെന്നില്ല, എപ്പോ വേണമെങ്കിലും എന്തൊക്കെ പ്രാർത്ഥിക്കാം. ഇതിന്റെ ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപമാണ് പറഞ്ഞത്. ഇനി അതല്ല, നമുക്ക് ആ ഒരു പ്രാർത്ഥന പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെസിഷൻ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലൂടെ പോകുമ്പോൾ നമുക്ക് പിന്നെ ഏതൊക്കെ സുന്നസ്കാരങ്ങൾ കഴിഞ്ഞാലും നമുക്ക് എന്താക്കാം, പ്രാർത്ഥിക്കാം. ഇനി നിസ്കാരത്തിന്റെ കൂടെ ആകണമെന്നില്ല, നമുക്ക് ആ പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കാം എന്നുള്ളതാണ്. മുൻഗാമികൾ പലതവണ ഒരു വിഷയത്തിൽ, ഒറ്റ വിഷയത്തിന് വേണ്ടി തന്നെ പലതവണ പ്രാർത്ഥിച്ചു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും ഇനിയുള്ള പ്രാർത്ഥന വളരെ അർത്ഥഗർഭമാണ്, വളരെ സമ്പുഷ്ടമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരുന്നതാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ എന്ന് ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥന ഇങ്ങനെയാണ് അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, അള്ളാഹുവേ നിന്റെ വിജ്ഞാനം മുഖേന നിന്നോട് ഞാൻ നന്മയെ ചോദിക്കുന്നതാണ്. അസ്തഖീർ എന്ന് പറഞ്ഞാൽ ഖൈറാണ്, ഖൈറിനെ ഞാൻ ചോദിക്കുന്നു. നിന്റെ അറിവ് കൊണ്ട് ഞാൻ നിന്നോട് നന്മയെ ചോദിക്കുന്നു. നിന്റെ കഴിവ് കൊണ്ട് ഞാൻ ആ കഴിവിനെ ചോദിക്കുന്നു, നിന്റെ കഴിവിനെ ഞാൻ ചോദിക്കുന്നു. നിന്റെ ഔദാര്യത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. റബ്ബിനെ ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തി റബ്ബിന്റെ കഴിവിനെ നമ്മൾ ഇങ്ങനെ പറയാണ്. പടച്ചോനെ, നിന്റെ കുദറത്തിൽ നിന്ന് പിന്നെ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം എന്താ? എല്ലാ ഖൈറുകളും എല്ലാ കാര്യങ്ങളും നിന്റെ ഔദാര്യമാണ്. നീയാണ് ഔദാര്യം നൽകുന്നവൻ. എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട് അതൊക്കെ പടച്ചോനെനിക്ക് തന്നതാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പടച്ചോനെ, നിനക്കാണ് എല്ലാ കഴിവുള്ളത്. വല അക്കതിർ, എനിക്കൊരു കഴിവുമില്ല, ഞാൻ സാധുവാണ്, ഞാൻ കഴിവ് കെട്ടവനാണ്, എനിക്കൊരു കഴിവുമില്ല. അള്ളാഹുവെ, കാര്യങ്ങളെല്ലാം അറിയുന്ന നിനക്കാണ്, എനിക്ക് ഭാവിനെ കുറിച്ച് അറിയില്ല റബ്ബേ. അൻത അല്ലാമുൽ ഗുയൂബ്, നീയാണല്ലോ ഭാവിയെ കുറിച്ച് കൃത്യമായിക്കൊണ്ട് അറിയുന്നത്. അല്ലാമുൽ ഗുയൂബ് എന്നാണ്. വൈദിയായ അദൃശ്യമായ കാര്യത്തെ വളരെ വ്യക്തമായി അറിയുന്നതാണ്. ഫഅാലു വചനാണ് എന്ന് പറഞ്ഞാൽ, അല്ല എന്ന് പറഞ്ഞാല് ജസ്റ്റ് അറിയുന്ന അർത്ഥത്തിലല്ല, എല്ലാ നിലക്കും അറിയുന്നതാണ്. ഞാൻ ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ആകും എന്നതിനെ കുറിച്ച് കൃത്യമായിക്കൊണ്ട് അറിയുന്ന റബ്ബേ എന്നൊരു ഒരു ആമുഖം കൊടുത്തിട്ട് ഇനി നമ്മളെ കാര്യം പറയാണ്. ഇതൊക്കെ ഒരു ആമുഖമാണ്. ഒരു പ്രാർത്ഥനയുടെ മര്യാദയാണ് എന്ത്? റബ്ബിന്റെ കഴിവ് പിന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ ആ പ്രാർത്ഥനകൾക്കുള്ള ഒരു ആമുഖം പറഞ്ഞിട്ട് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പറയണം എന്താണ്? അല്ലാഹുമ്മ ഇൻ കുൻത തഅലം അന്ന ഹാദൽ അംറ, എന്താ? അല്ലാഹുവേ, ഈ കാര്യത്തെ കുറിച്ച് നിനക്ക് അറിവുണ്ടെങ്കിൽ. റബ്ബിന് അറിവില്ലാത്തൊരു വിഷയമല്ല, എന്നാൽ ആ പ്രാർത്ഥന രൂപം അങ്ങനെയാണ്. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇൻ കുൻത ഹാദൽ അംറ, ഈ കാര്യത്തെ കുറിച്ച് നീ അറിവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊരു കാര്യമാണോ ആ കാര്യം അവിടെ പറയണമെന്നാണ്. ഏത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ അറബിയിൽ പറയാം. അവിടെ എന്താണ് കാര്യം?
അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ എന്ന് പറഞ്ഞിട്ട് അത് എന്റെ കല്യാണ കാര്യം അല്ലെങ്കിൽ എന്റെ ജോലി കാര്യം എന്റെ പഠനത്തിന്റെ കാര്യം പഠിച്ചോ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ഒരു വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയം എന്താക്കാം, നമ്മുടെ ഏത് വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ ചോദിക്കണം ആ വിഷയം അവിടെ നമുക്ക് കോട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? യെസ്, കോട്ട് ചെയ്തു. എന്നിട്ട് പറയണേ ഈ കാര്യം നമ്മൾ അവതരിപ്പിച്ച ഈ കാര്യം ഖൈറുൻ ലീ ഫീ ദീനി, എന്റെ മതത്തിന് ഇത് ഖൈർ നൽകുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാര്യം ത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ മതപരമായി കൊണ്ട് എനിക്ക് നന്മയാണ്. ചിലപ്പോൾ ചില ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ എന്താകും, ആ ഡെസിഷൻ എടുത്തതായിരിക്കും ഇവന്റെ ദീന് തന്നെ കയ്യിൽ നിന്ന് പോകാനുള്ള ഏറ്റവും വലിയ കാരണം. ചിലർക്ക് ചില ജോലി കിട്ടിയതായിരിക്കും അവന്റെ മതപരമായ നിഷ്ഠ പിന്നെ തെറ്റാനും ആ ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് വൻ വ്യതിചലിച്ചു പോകാനൊക്കെ കാരണം. റബ്ബ് നമ്മൾ പറയണം, പഠിച്ചവനെ ഇതിന്റെ ദീനിന് നല്ലതാണെങ്കിൽ, ദീനിപരമായി കൊണ്ടുള്ള എന്റെ ജീവിതത്തിന് ഇത് ഹൈറാണെങ്കിൽ, അതേപോലെ തന്നെ മആശി, എന്റെ ഐഹിക ജീവിതത്തിന്, ഓക്കെ, എനിക്കിതിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ ഐഹിക ജീവിതത്തിന് ഒരു പ്രയാസമില്ലാത്ത രൂപത്തിലാണ് എങ്കിലോ, അംരി ആജിലിഹി വ ആജിലിഹി, എന്റെ പര്യവസാനം അഥവാ ഇഹലോകത്തെയും പരലോകത്തിന്റെയും പര്യവസാനത്തിന് ഇത് നന്മയാണെങ്കിൽ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ്, എന്റെ ദീനിന് ഇത് നന്മയാണെങ്കിൽ, എന്റെ ഇഹലോക ജീവിതത്തിന് ഇത് നന്മയാണെങ്കിൽ, അതേപോലെ തന്നെ എന്റെ പര്യവസാനം മരണവും മരണാനന്തര ജീവിതത്തിനും ഇത് നന്മയാണെങ്കിൽ, എനിക്ക് ഈ ഹൈറിനെ നീ കണക്കാക്കണേ, എനിക്ക് ഈ ജോലി നീ നൽകണേ, എനിക്ക് ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ നൽകണേ, എനിക്ക് ഈ പിന്നെന്താ പറയാ ഈ ഇണയെ എനിക്ക് നീ നൽകണേ, ഈ കാര്യം നീ ഈ വിവാഹം നീ സെറ്റാക്കി തരണേ എന്നാണ്. ഫഖ്ദുറുഹുലി, എനിക്ക് കണക്കാക്കി തരണേ, ഹൈറാണെങ്കിൽ മാത്രം. വയസ്സിർഹുലി, അതെനിക്ക് നീ എളുപ്പമാക്കണേന്ന്. എന്താ വർത്താനം ആലോചിക്കുന്നത്, അതെനിക്ക് നീ കണക്കാക്കണേ, എന്നിട്ട് അതിലേക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് ബാരിക്കേഡുകൾ, ഒരുപാട് തടസ്സങ്ങൾ ഒരു പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് വന്നേക്കാം. പക്ഷെ ആ തടസ്സങ്ങളൊന്നും വരാതെ റബ്ബേ ഈ ഹൈറുമായിട്ട്, ഇതൊരു ഹൈറാണെങ്കിൽ ആ ഹൈറിലേക്ക് നടന്നെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് എളുപ്പമാകണോ അതൊക്കെ എനിക്ക് നീ എളുപ്പമാക്കണേ. അവിടെയും തീർന്നില്ല കൂട്ടരെ, പിന്നെന്താ പറഞ്ഞത്, സുമ്മ ബാരിക് ലീ ഫീഹി, എന്നിട്ട് റബ്ബേ എനിക്ക് അതിൽ നീ ബർക്കത്ത് നൽകണേയാണ്. ഈ നിലക്കൊക്കെ എനിക്ക് ഹൈറാണെങ്കിൽ നീ എനിക്ക് അതെന്താക്കണം, കണക്കാക്കണം, എളുപ്പമാക്കണം, എന്നിട്ട് ആ വിഷയത്തിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണം. എന്തൊരു സുന്ദരമായ പ്രാർത്ഥന ആലോചിക്കുക. എന്നിട്ട് വീണ്ടും പറയാം അടുത്ത പകുതി എന്താ, ഹൈറാണെങ്കിലാണല്ലോ ഇപ്പൊ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാണ് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം പക്ഷെ ഷെറാണെങ്കിലോ അത് റബ്ബിനോട് നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. എന്താ സംഭവം, അല്ലാഹുവേ എന്നാൽ ഈ കാര്യം എനിക്ക് ഷെറാണ്, എനിക്കത് ബുദ്ധിമുട്ടാണ്, എനിക്കത് തിന്മയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തിലൊക്കെ, എന്റെ ദീനിന്റെ കാര്യത്തിൽ, എന്റെ ഇഹലോകത്തിലും പരലോകത്തിലെയും പര്യവസാനത്തിന് ഇത് മോശമായിക്കൊണ്ട് ഭവിക്കുന്ന ഒരു സംഗതിയാണെന്ന് നീ അറിയുന്നുവെങ്കിൽ എന്നിൽ നിന്നും ഈ കാര്യത്തെ നീ തട്ടിക്കളയണേ റബ്ബേ, തിരിച്ചു കളയണേ റബ്ബേ. അൻഹു, അതിൽ നിന്നും എന്നെയും നീ തിരിച്ചു കളയണേ. അലച്ചോങ്ങള്, എന്നിൽ നിന്നും അതിനെയും അതിൽ നിന്നും എന്നെയും നീ എന്താക്കണം, തിരിച്ചു കളയണേ, ഞങ്ങൾക്കൊരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് ആക്കണേ. ഇതിനൊക്കെ ശരിക്കും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പിന്നെ ആ കാര്യം ഒഴിവാക്കിയതിന്റെ പേരിൽ പിന്നീട് നമുക്കൊരു റിഗ്രറ്റ്, പിന്നീട് നമുക്കൊരു പ്രയാസം, അതെടുത്താൽ മതിയായിരുന്നു, അത് അന്ന് വെറുതെ ഒഴിവാക്കി എന്ന ഒരു ഖേദം ഭാവിയിൽ, വിദൂര ഭാവിയിൽ പോലും വരാത്ത വിധം ഇതുമായിട്ടുള്ള എല്ലാ കണക്ഷനും എനിക്ക് മുറിയുന്ന രൂപത്തിൽ എന്നെയും അതിനെയും നീ അകറ്റിക്കളയണേ. എന്താണെങ്കിൽ തിന്മയാണെങ്കിൽ, എന്റെ മതത്തിന്, എന്റെ ഇഹലോക ജീവിതത്തിന്, എന്റെ പിന്നെ പര്യവസാനത്തിന് ഇതൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തട്ടിക്കളയണേ റബ്ബേ. തട്ടിക്കളഞ്ഞാൽ മാത്രം മതിയോ? അല്ല, അടുത്തെന്താ, ഈ വിഷയത്തിൽ നീ തട്ടുന്നതോടൊപ്പം എവിടെയാണോ എനിക്കൊരു ഹൈറുള്ളത് ആ ഹൈറിന് നീ എനിക്ക് കണക്കാക്കണേ. ആലോചിച്ച് നോക്കി, തെറ്റ് മാത്രമല്ല വേറെ ഹൈർ എനിക്ക് വേണം. ഈ കോഴ്സ് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ വിവാഹം എനിക്ക് വേണ്ട, അതിന് വിവാഹം തന്നെ വേണ്ടെന്നാണോ? അല്ല, എവിടെയാണ് എനിക്ക് നല്ലൊരു വിവാഹാലോചന ഉള്ളത് അത് നീ എനിക്ക് എളുപ്പാക്കണേ, കണക്കാക്കണേ. എന്നിട്ടോ എന്നിട്ട് അതിൽ എനിക്ക് നീ തൃപ്തി വരുത്തണേ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്ന പ്രാർത്ഥനയാണ് കൂട്ടൻ.
എത്ര അർത്ഥവത്തായ പ്രാർത്ഥന ആലോചിച്ചു നിങ്ങൾ. ഒന്നുമില്ല, 2 റക്അത്ത് നിസ്കരിക്കുന്നു, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരുപാടുണ്ട്, അത് നിങ്ങൾക്ക് ആശയം മനസ്സിലാവുകയാണെങ്കിൽ അത്രയും സമയമെടുത്ത് പറഞ്ഞത് മാത്രം. പക്ഷെ ഇത് പറയാൻ തന്നെ ഞാൻ കുറച്ചുള്ളൂ. ഒരു 5-8 വരി ഇൻഷാ അല്ലാഹ് ഒറ്റയിരിപ്പിനാണെങ്കിൽ പഠിക്കാനൊക്കെ പറ്റും. ഒറ്റയിരിപ്പിന് പഠിക്കാൻ കഴിയില്ലേ? സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ നല്ലത് പഠിക്കണം. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. അപ്പോ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചില ആളുകളൊക്കെ ഒരു അബദ്ധ ധാരണ വെച്ച് കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ അറിയും ചില ആളുകൾക്ക് ഒരു അന്ധവിശ്വാസം എന്താ അറിയോ, ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലേക്ക് പഠിച്ച ഒരു സാധനം കിട്ടരുന്നാണ്. അങ്ങനെ ഒരു ഒരു പെട്ടെന്നൊരു വഹി ഇറങ്ങുന്ന പോലെ സാധനം ഇറങ്ങുന്നില്ല. അല്ലെങ്കിൽ ചിലവർ പറയും ഞാൻ സ്വപ്നം കാണും, സ്വപ്നത്തിൽ ചിലപ്പോൾ വെള്ള വസ്ത്രം കാണും, അല്ലെങ്കിൽ ഖുർആൻ, ഇത് പ്രാർത്ഥിച്ചിട്ട് ഖുർആൻ തുറന്നു കഴിഞ്ഞാല് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആയത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അതൊട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നരകത്തെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ പേടിപ്പെടുത്തുന്ന ആയത്തുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇടപെടൊന്നുമില്ല. അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. നമ്മൾ എന്താക്കണം, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊരു മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളൊരു കാര്യം വന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, മറന്നുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ആളുകളായിട്ട് കൂടിയാലോചന നടത്തി, അപ്പൊ നമുക്കൊരു ഏകദേശം പിക്ചർ കിട്ടി. അപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിച്ചു. എന്നിട്ട് നമ്മൾ എന്താക്കും, റബ്ബുമായിട്ട് പിന്നെ ഈ ഒരു പ്രാർത്ഥന പലതവണ എന്താക്കുക, പ്രാർത്ഥിക്കുക. പലതവണ നമ്മൾ എന്താക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 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 അത് ഹൈറാണെങ്കിൽ നിശ്ചയം നടക്കും. അത് ഹൈറാണെങ്കിൽ നിശ്ചയം നടക്കും. അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്തൊരു ഒരു തടസ്സം വന്നിട്ട് അതെന്താകും, അത് തട്ടിപ്പോകും. എനിക്കത് കിട്ടണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എനിക്കത് വേണമെന്നല്ല ഒരു വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താ, നമ്മളൊരു കാര്യം ഹൈറാന്ന് വിചാരിക്കും, പക്ഷെ അതിലേക്ക് നമ്മുടെ സെല്ലർ ഷെറും ഉണ്ടാകാം. മനസ്സിലല്ലേ? എനിക്ക് ആ ജോലി വേണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. ഇതിലേക്ക് പോണതിന്റെ മുമ്പ് പടച്ചവനെ ഹൈറാണെങ്കിൽ എനിക്ക് നീ സെറ്റാക്കി തരണേന്നാണ്. ഷെറാണെങ്കിൽ പടച്ചവനെ ഒഴിവാക്കി തട്ടുന്നതിന് നമ്മൾ പറയണ്ടേ. ആ ചങ്കൂറ്റം, ആ ഒരു ഈമാനിക പവറും ആ തവക്കുൽ മെന്റാലിറ്റി നമ്മൾ കാണിക്കണം. അപ്പൊ നമ്മുടെ ലൈഫ് സെറ്റായി. ഇതിനെ കുറിച്ച് മഹാന ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കെന്താ നിങ്ങള്, മാ നദിമ മൻ ഇസ്തഖാറ അൽ ഖാലിഖ വശാവറ അൽ മഖ്ലൂഖീന. എന്താ, സൃഷ്ടികളോടും സൃഷ്ടാവിനോടും കൂടിയാലോചന നടത്തിയവൻ ഒരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ്. അത് ഹക്കാണ്, അത് ഹക്കാണ്. നമ്മുടെ ലൈഫിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള ക്വാളിറ്റി ഒക്കെ നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് വേണം കേട്ടോ. തൗഹീദ് വേണം, സുന്നത്ത് വേണം. എല്ലാ ബിദഅത്തും ഖുറാഫാത്തും എതിർത്ത് പ്രാർത്ഥിച്ചൊരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹു അല്ലാത്ത മറ്റാളുകളോട് പ്രാർത്ഥിക്കുന്ന ശൈലിയാണ് നമുക്കുള്ളതെങ്കിൽ ഒരു മെച്ചം ഉണ്ടാവില്ല. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, ബേസിക് എബിലിറ്റി, അതിന്റെ ഒരു 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 യോഗ്യത നേടിയിട്ടായിരിക്കും ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, അത് ഇൻഷാ അല്ലാഹ് റബ്ബ് അതിന്റെ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെ ഉറച്ച് നമുക്ക് വിശ്വസിക്കണം. കാരണം എന്താ, റബ്ബിലേക്ക് നമ്മൾ ഒരു ആവശ്യം ഉന്നയിച്ച് പൊക്കിയ കയ്യ് അത് തിരിച്ചു മടക്കുന്നത് പടച്ചവനക്ക് ഭയങ്കര, എന്താ പറയാ, റബ്ബിന് തന്നെ അതൊരു ഒരു കോംപ്ലക്സ് ആണ്, ലജ്ജയാണെന്നൊക്കെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ വാചകത്തിൽ ഖുദ്സിയായ ഹദീസിലൂടെ റബ്ബ് എന്താക്കാൻ നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അതാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ വേഗത്തിൽ പറഞ്ഞു അവസാനിക്കും. മൂന്നാമത്തെ കാര്യം എന്താ, നിങ്ങള് ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കുറെ ഓടിയിട്ടും പാഞ്ഞിട്ടും പിന്നെ ആകെ ഇങ്ങോട്ട് ഇപ്പം മറിച്ചിടാന്ന് വിചാരിച്ചൊന്നും നടക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയേ നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു 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 കെസിലോട് കൂടെ ഒരു മടിയോട് കൂടെ ഇരിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ എന്ത് വേണം, നമ്മുടെ മനസ്സിൽ ആത്യന്തികമായ ഒരു ലക്ഷ്യം, നമുക്കൊരു ഒരു വിശ്വാസം ഉണ്ടല്ലോ. അൽ ഈമാനു ബിൽ ഖദർ നമ്മൾ പഠിക്കുന്ന സംഗതിയാണല്ലോ. എന്താ സംഗതി, അള്ളാഹു സുബ്ഹാനഹു വ തആല കതബല്ലാഹു മഖാദിറൽ ഖലായിക ഖബല അൻ യഖ്ലഖ ഖബല യുഖ്ലഖ അസ്സമാവാതി വൽ അർദ് ബി 50000 സന. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും റബ്ബ് എന്താക്കിയിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കുല്ലും മുയസ്സറും ലിമാ ഖുലിഖ ലഹ്. നമ്മൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെടും, അതിലേക്ക് നമ്മൾ ഇങ്ങനെ പോകുന്നു. അതിന്റെ അർത്ഥം ഒന്നും വേണ്ടെന്നല്ല. നമ്മുടെ നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷാ അല്ലാഹ് നമ്മൾ എത്ര ഓടിക്കഴിഞ്ഞാലും അള്ളാഹു കണക്കാക്കിയതാണ് നമുക്ക് കിട്ടുക. അപ്പൊ ആ കണക്കാക്കിയത് ഹൈറായ രൂപത്തിലാകാൻ വേണ്ടി നമ്മൾ എന്താക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക. നിനക്ക് ഉപകാരപ്രദമായ, ദീനിനും ദുനിയാവിനും ഉപകാരപ്രദമായ എല്ലാ കാര്യത്തിലും നീ താല്പര്യം വെച്ചോ. എന്താ മാനദണ്ഡം, ഹലാലായിരിക്കണം എന്നുള്ളതാണ്. ആ ഹലാലായ കാര്യത്തിൽ നീ താല്പര്യം വെച്ചോ, നീ അതിനു വേണ്ടി പരിശ്രമിച്ചോ എന്ന് മാത്രമല്ല, വസ്തഇൻ ബില്ലാഹ് എന്ന് പറഞ്ഞു. റബ്ബിനോട് എപ്പോഴും എന്താക്കണം, നമ്മൾ സഹായം ചോദിക്കണം. പടച്ചോൻ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, എനിക്ക് അറിയില്ല റബ്ബേ, അതുകൊണ്ട് അത് ഖൈറാണെങ്കിൽ എനിക്ക് തരണ റബ്ബേ, ഷർറാണെങ്കിൽ ഇതിന്റെ മാറ്റണ റബ്ബേ.
അതങ്ങോട്ട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന രൂപം ഉണ്ടെങ്കിൽ എന്താ അറിയുകള് ഭയങ്കര റാഹത്തായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവും. അല്ല വെറുതെ പറഞ്ഞാലാഭിരിക്കലില്ല തത്മൈനൽ കുലൂബ് എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ള മനസ്സ് സുഹൃത്തുക്കളെ ഭയങ്കര റാഹത്തായിരിക്കുന്നതാണ്, സമാധാനമായിരിക്കുന്നതാണ്. അവനക്ക് എന്ത് സ്ട്രെസ്, അവനക്ക് സ്ട്രെസ് ഉണ്ടാവില്ല, ഫുൾ ഹാപ്പി ആയിരിക്കും, അവന് ഹാപ്പി ആയിരിക്കും. എന്താ ഇത്ര ആലോചിച്ചാൽ മതി. ഞാൻ ബേസിക്കലി റബ്ബിന് കൊടുക്കേണ്ട തൗഹീദ് കൊടുക്കുന്ന ആളാണ്, ഞാൻ മനഃപൂർവ്വം ഹറാമ് ചെയ്യാത്ത ആളാണ്, പ്രാർത്ഥന സ്വീകരിക്കാനുള്ള യോഗ്യത പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതാ ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എന്റെ റബ്ബ് ഒരു തീരുമാനം എന്റെ വിഷയത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹൈറാണ്, ഹൈറാണ്. പ്രത്യക്ഷത്തിൽ എനിക്കത് ചിലപ്പോൾ ഷെറാണ് തോന്നിക്കഴിഞ്ഞാൽ അത് ഹൈറുണ്ടാവും. ഒരു പക്ഷെ ഞാൻ കുറെ കഴിഞ്ഞിട്ട് ആ ഹൈറ് മനസ്സിലാക്കാം എന്നങ്ങോട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒരു പേടി ഉണ്ടാവില്ല, ബേജാറുണ്ടാവില്ല. അല്ലെ അപ്പൊ പറഞ്ഞില്ലേ എന്തിനാ കതറ് പഠിപ്പിച്ചത്? നഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്ക് ഒരു 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 എന്താ പറയാ നിരാശ ബാധിക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ അധികരിച്ച് സന്തോഷിക്കാതിരിക്കാനും വേണ്ടി റബ്ബ് എന്താ കതറ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ എഴുതി വെച്ചോളി മനസ്സിൽ. എന്താ അള്ളാഹു സുബ്ഹാനഹു അടിമക്ക് അവന്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ട്, ഉപജീവനം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ജീവിക്കാൻ ആവശ്യമായി എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ പടച്ചോൻ കണക്കാക്കിയത് കിട്ടാതെ ഒരു കുട്ടി ഇവിടുന്ന് പോകൂല എന്നാണ്. ഒരു കുട്ടി ഇവിടുന്ന് പോകൂല. അതൊക്കെ നമ്മുടെ ഒരു 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 വിശ്വാസം എന്ന് പറയുന്നത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വസിക്കൽ മാത്രമല്ല, നിർഭയത്തുള്ളവനാണ്. നിർഭയത്തുണ്ട് നമുക്ക്, നമ്മുടെ വിശ്വാസത്തിൽ അതൊക്കെ ഉണ്ട്. ഒറ്റക്കാര്യം പക്ഷെ പ്രാർത്ഥനകൾ കൂടെ കൂട്ടിക്കൊള്ളിയും കൂട്ടരെ. ഇന്ന് രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന പറഞ്ഞ പ്രാർത്ഥനയില്ലേ എല്ലാ കാര്യം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി. എത്ര ഉഷാറായ പ്രാർത്ഥന ആലോചിച്ചു നിങ്ങൾ. എന്താ പറഞ്ഞേ? പടച്ചോനെ യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ്. ഹയ്യും കയ്യൂമായ റബ്ബേനാണ്. എന്താ ഹയ്യും കയ്യൂമായ റബ്ബിന്റെ പ്രത്യേകത? ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നാണ് പറഞ്ഞത്. ഇസ്മുല്ലാഹിൽ അഅ്ലം ഏറ്റവും ഉന്നതമായ പ്രാർത്ഥന എന്നാണ് പറഞ്ഞത്. ആ ഇസ്മുല്ലാഹിൽ അഅ്ലം അത് വെച്ച് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും എന്താവൂല, അത് തട്ടൂല എന്നാണ്. എന്നിട്ട് ആ നാമങ്ങൾ വെച്ച് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് അറിയങ്ങള്? അള്ളാഹുവേ എന്റെ എല്ലാ കാര്യവും നീ ശരിയാക്കി തരണേന്നാണ്. രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, രാവിലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അതൊക്കെ മനസ്സ് തട്ടി ചൊല്ലോ, എനിക്ക് എന്തൊരു നിർഭയത്തായിരിക്കും ആലോചിച്ചു. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാൻ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡമായി നിശ്ചയിച്ച ഹയ്യു ഖയ്യൂം എന്ന് പറയുന്ന അള്ളാന്റെ രണ്ട് നാമങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു റാഹത്തായിക്കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഒരിക്കലും നമ്മൾ ബേജാറാകണ്ട. ഇൻഷാ അല്ലാഹ് ഒരു പേടിയും ബേജാറും നമുക്ക് ആവശ്യമില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അതിന്റെ അടിസ്ഥാന ക്വാളിറ്റി നമുക്ക് വേണം. നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കണം. ആ റൂട്ടിൽ എല്ലാം റബ്ബിലേക്ക് കണ്ട് വിട്ടുകൊടുത്ത് നമ്മൾ ചെയ്യേണ്ട ഹലാലായ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു സ്ട്രെസ്സിന്റെ, നമുക്കൊരു പ്രയാസത്തിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. വിശ്വാസി റബ്ബിലേക്ക് സമർപ്പിച്ച് നിർഭയത്വത്തോടു കൂടെയും സമാധാനത്തോടു കൂടെയും റാഹത്തുമായി കൊണ്ട് ജീവിക്കേണ്ടവനാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു റസൂൽ അജബല്ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എന്തൊരു അത്ഭുതമാണോ എന്ന് പറഞ്ഞില്ലേ അല്ലാഹു റസൂൽ. നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാനുള്ള തൗഫീഖുള്ളൂ. ഇതൊന്നും ഇല്ലാത്തവർക്ക് ചാത്തപ്പൻ എന്ത് മത്സരാർ പോലെ ജീവിക്കണ കുറെ മനുഷ്യന്മാരില്ലേ, അവർക്ക് ഇതൊന്നും ഇല്ലല്ലോ. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അവർക്കില്ലല്ലോ. അവർക്ക് മാക്സിമം ഒഴിക്കഴിഞ്ഞ ഒരു മോട്ടിവേഷണൽ സ്പീക്കറിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു നക്കാപ്പിച്ച ഡയലോഗും കുറച്ച് എന്തെങ്കിലും കണ്ടന്റ് കിട്ടി ഓരോ പള്ളി നിറച്ചുകൊണ്ട് അവർ പോകും. അതൊക്കെ ഒരു പരിമിതമായ സംഗതി. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് റബ്ബെ ഇറക്കി തന്ന മതത്തിന്റെ അനുയായികൾക്ക് റഹ്മാനായ റബ്ബ് കൊടുത്ത റൂട്ട് എന്ന് പറയുന്നത് അത്ര വളരെ സിമ്പിൾ ആണ്, വളരെ പിന്നെന്താ പറയാ, ഏറ്റവും നല്ല എഫക്റ്റീവ് ആണ്. അതിലൂടെ നയിക്കുന്ന ഓരോ ആളുകൾക്ക് റാഹത്തായിരിക്കും അതിന്റെ ജീവിതം. അതുകൊണ്ട് റബ്ബ് നമുക്ക് ഹൈറല്ലാത്ത ഒന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന പരിപൂർണമായ ബോധത്തോടു കൂടെ റബ്ബിന്റെ വിധികളും വിലക്കുകളും ഒക്കെ മാനിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആവാഹിച്ച് മുന്നോട്ട് പോവുക. പ്രാർത്ഥന, ഇസ്തിഖാറത്തിന്റെ ബാക്കിയുള്ള അതിന്റെ പ്രാക്ടിക്കലായുള്ള ഏരിയകൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ടീം നിങ്ങൾക്ക് നിശ്ചയിച്ച് തരും എന്നുള്ളതാണ് പിന്നെ അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥിക്കുക, റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക,
സംശുദ്ധമായ ഒരു ജീവിതം നമ്മൾ കാത്തു സൂക്ഷിക്കുക. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, മുത്തഖിങ്ങളുടെ കൂടെ റബ്ബുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എന്താ നമുക്ക് വേണ്ടത്? ഇൻഷാ അല്ലാഹ് ആ ഒരു റാഹത്തായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇത് കൂടിയിരുത്തവും ഈ സംസാരവും കേൾവിയും ഒക്കെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവിന്റെ വലിയ വലിയ നല്ല തീരുമാനം എടുക്കാനൊക്കെയുള്ള തൗഫീഖ് ഇതിനുള്ളതാകുമാറാകട്ടെ. ഇതുപോലെ റഹ്മാനായ റബ്ബിന്റെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്ക് എല്ലാവർക്കും ചൊല്ലി തരുമാറാകട്ടെ. വലിയ ഒരു നന്മയായ റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ ഒരു സംസാരവും കേൾവിയും ഒക്കെ മാറ്റി തരുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പണിയെടുത്ത അതിന് പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന അതിന്റെ ടീമിനെ റഹ്മാനായ റബ്ബ് ഇനിയും ഇത്തരം ദഅ്വ രംഗത്ത് ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ തൗഫീഖും തൗഫീഖും നിഅമത്തും ബറക്കത്തും ആഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കുമുല്ലാഹു ഖൈറ. അഹ്സനല്ലാഹു ഇലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളിലും റബ്ബാനിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലോടുകൂടെ വളരെ കൃത്യമായി ഒരിക്കലും ഖേദിക്കേണ്ടി വരാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ കൃത്യമായി അൽഹംദുലില്ലാഹ് നമുക്കിവിടെ മനസ്സിലാക്കി തന്ന ബഹുമാന്യനായ സുഹൃത്ത് പണ്ഡിതൻ അഷ്റഫ് അൽ ഹക്കമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. ബാറക്കല്ലാഹു ഫീക്കും. തഖബ്ബലല്ലാഹു സഅയക്കും. പ്രിയ സഹോദരങ്ങളെ, മേലാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം മാത്രമാണ് ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി നടക്കുന്നത്. ഈ ലോകത്തൊന്നും ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. കാരണം ആകാശ ഭൂമികളെ പടയ്ക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടക്കേണ്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഒരു ഭയപ്പാടിൻ്റെയോ ഒരു കലക്കിൻ്റെയോ അഥവാ വെപ്രാളത്തിൻ്റെയോ ഒന്നും തന്നെ ആവശ്യം നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എല്ലാം ശരിയാക്കി തരുമെന്നുള്ളത് അൽഹംദുലില്ലാഹ് നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ പലപ്പോഴും നമ്മൾ പകച്ചു പോകുന്ന ചില ഘട്ടങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഒരു യെസ്സിൽ ജീവിതം മാറിമറിയും, ഒരു നോയിൽ ജീവിതം മാറിമറിയും, അല്ലെങ്കിൽ പലതും സംഭവിക്കാം. അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ഇടപെടലോട് കൂടിയ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമുള്ള, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുന്ന വളരെ മഹനീയമായ ഒരു രീതിയാണ് ഇസ്തിഖാറ എന്നുള്ളത്. അതുകൊണ്ടാണ് സ്വഹാബാക്കൾ പറഞ്ഞത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്നൊരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഖാറയുടെ പ്രാർത്ഥന, ഇസ്തിഖാറയുടെ രൂപം പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെ മാതൃകയാക്കി നമുക്കും ഇസ്തിഖാറയുടെ പ്രാർത്ഥന പഠിക്കാനുള്ള അവസരം തുടർന്ന് HCMA എന്ന ഈ പ്ലാറ്റ്ഫോം, ഹിമ്മ കോമൺ മുസ്ലിം അക്കാഡമി എന്ന ഈ പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ബിഇദ്നില്ലാഹി അസ്സ വജൽ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ തുടരുക. വരും ദിവസങ്ങളിൽ നാളെ മറ്റന്നാളോടുകൂടി തന്നെ അതിൻ്റെ പഠന രൂപവും രീതിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. വരുന്ന ഒരാഴ്ച കൊണ്ട് ഇസ്തിഖാറയുടെ പ്രാർത്ഥനയും അതിൻ്റെ രൂപമൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായും റബ്ബിൽ തവക്കുൽ ചെയ്ത് തവക്കുലിൻ്റെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആവർത്തിച്ച് പറയുന്നു, ഇങ്ങനൊരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ നദിമ അഹദുൻ ഖത്ത്, ഒരിക്കലും ഒരു വ്യക്തിയും ഖേദിക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. മേലാ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വഫഖന അല്ലാഹു വഇയ്യാക്കും ലിമാ ഫീൽ ഖൈർ വസ്സലാഹ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. സംഘാടകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഈ ഒരു സദസ്സ് ഇതോടുകൂടെ ഇവിടെ അവസാനിക്കുകയാണ്. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.